بسم الله الرحمن الرحيم. يا قومنا أجيبوا داعي الله وآمنوا به يغفر لكم من ذنوبكم ويجركم من عذاب أليم ومن لا يجب داعي الله فليس بمعجز في الأرض وليس له من دونه أولياء أولئك في ضلال مبين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1767 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്ഖാഫിലെ 31, 32 എന്നീ 2 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم. يا قومنا أجيبوا داعي الله وآمنوا به يغفر لكم من ذنوبكم ويجركم من عذاب أليم ومن لا يجب داعي الله فليس بمعجز في الأرض وليس له من دونه أولياء أولئك في ضلال مبين. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫിലെ 31, 32 ആയത്തുകളാണ് നമ്മളിന്ന് പഠനവിധേയമാക്കുന്നത്. ആയത്ത് ഉൾപ്പെടുന്ന ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ പ്രയാസത്തിലകപ്പെട്ടിരുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ത്വായിഫിലേക്കുള്ള യാത്ര വളരെ വേദനാജനകമായ അനുഭവങ്ങളിൽ കലാശിച്ച് അദ്ദേഹം അവിടുന്ന് മക്കയുടെ ഭാഗത്തേക്ക് തിരികെ നടക്കുന്നതിനിടക്ക് നഖ്ല എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്തില് ഒരിടത്ത് തങ്ങി അവിടെ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് അവിടേക്കൊരു സംഘം ജിന്നുകൾ വരാനിടയാവുന്നതും ജിന്നുകൾ ആ ഖുർആൻ പാരായണം ശ്രദ്ധാപൂർവം കേട്ട് അതിൽ പ്രചോദിതരായിക്കൊണ്ട് തങ്ങളുടെ തന്നെ സമൂഹത്തിലേക്ക് പോയി അവിടെ ആ ഖുർആന്റെ സന്ദേശവും അവരെ കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ സംഭവമാണ് സൂറത്തുൽ അഹ്ഖാഫിൽ നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ അല്ലാഹു പ്രതിപാദിക്കുന്നത്. 29-ാമത്തെ ആയത്ത് മുതലുള്ള ഭാഗം ഈ കാര്യങ്ങളാണ് ചർച്ചയിൽ കൊണ്ടുവരുന്നത്. വൈദ് സൊറഫിന ഇലൈക നഫറം മിനൽ ജിന്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിവരണം തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നാം ജിന്നുകളുടെ കൂട്ടത്തിൽ പെട്ട ഒരു സംഘത്തെ എന്റെ അടുക്കലേക്ക് തിരിച്ചുവിട്ട ആ സംഭവം അത് പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് സ്മരണീയമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വിവരണം തുടങ്ങുന്നത്. ജിന്നുകൾ അങ്ങോട്ട് തിരിച്ചുവിടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അള്ളാഹു അവരെ തിരിച്ചുവിട്ടിട്ടുള്ളത് യസ്തമിഊനൽ ഖുർആന, ഖുർആൻ പാരായണം
അവര് ശ്രദ്ധാപൂർവം കേൾക്കുന്നതിന് വേണ്ടിയാണ്. ജിന്നുകൾ അങ്ങോട്ട് വന്നു ചേരുന്നത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചുകൊണ്ടിരുന്ന ഖുർആൻ പാരായണം സശ്രദ്ധം കേൾക്കാൻ വേണ്ടിയാണ്. ഫലമ്മാ ഹളറൂഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അദ്ദേഹം നമസ്കരിക്കുകയായിരുന്ന, ഖുർആൻ പാരായണം ഉച്ചത്തിൽ നിർവഹിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുകയായിരുന്ന ആ സ്ഥലത്തേക്ക് ജിന്നുകള് വന്നു ചേർന്നപ്പോ ഖാലു, അവര് പരസ്പരം പറഞ്ഞത് ഇങ്ങനെയാണ്: അൻസിതു, നിങ്ങൾ നിശബ്ദരായിരിക്കുക, നിശബ്ദത പാലിക്കുക. ഫലമ്മാ ഖുളിയ, അങ്ങനെ നമസ്കാരം അവസാനിച്ചപ്പോ, അത് പൂർത്തിയായപ്പോ, വല്ലൗ ഇലാ ഖൗമിഹിം, ആ ഖുർആൻ പാരായണത്തിന്റെ ആ ഒഴുക്ക് നിലച്ചപ്പോ അവര് തങ്ങളുടെ കൂട്ടരുടെ അടുക്കിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. ആ തിരികെ പോകുന്നത് മുന്തിരിയും, അവരെ താക്കീത് ചെയ്യാനുള്ള എല്ലാ സന്നദ്ധതയോടെയും കൂടിയാണ് ഈ ജിന്നുകളുടെ സംഘം അങ്ങോട്ട് തിരികെ പോകുന്നത്. മുന്തിറീൻ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുന്തിർ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ ബഹുവചനാണ്. അപ്പോ ജിന്നുകളുടെ സമൂഹത്തിലേക്ക് തിരികെ പോയി തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ ഈ ദൈവിക സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ട് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് ഈ സംഘം ജിന്നുകള് ആ നിലക്ക് അവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. അങ്ങനെ അവർ പോയിട്ട് തുടർന്ന് എന്താണ് ഉണ്ടായത് എന്നതാണ് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത്. ഖാലു യാ ഖൗമന, തങ്ങളുടെ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ ജിന്നുകളുടെ സംഘം പറഞ്ഞു: ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ, മൂസ അലൈഹിസ്സലാമിന്റെ കാലശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു ദൈവിക ഗ്രന്ഥം ഞങ്ങൾ കേൾക്കാനിടയായി, ഞങ്ങൾക്ക് കേൾക്കാൻ അവസരമുണ്ടായി. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അത് നേരത്തെ നമുക്ക് ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥം അതുപോലെയുള്ള ദൈവിക സന്ദേശങ്ങൾ ആയിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ദൈവിക സന്ദേശങ്ങളെ സത്യപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ് ഈ കേൾക്കാനിടയായിട്ടുള്ള പാരായണം. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിക്കുന്നതിന് മുന്നേ ആയിട്ട് അവതരിപ്പിക്കപ്പെടുകയുണ്ടായതിനെ സത്യപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ്. യഹ്ദി ഇലൽ ഹഖ്, അത് സത്യത്തിലേക്ക് ആളുകളെ വഴി കാണിക്കുന്ന വിധത്തിലാണ്. വൈലാ ത്വരീഖിൻ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് ആളുകളെ നയിക്കുന്ന, ആളുകളെ തിരിച്ചു വിടുന്ന വിധത്തിലുള്ള ദൈവിക വചനങ്ങളാണ് ആ പാരായണത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ വിധത്തിലാണ് ജിന്നുകളുടെ സമൂഹത്തിലേക്ക് തിരികെ ചെന്നുകൊണ്ട് ഈ ജിന്ന് സംഘം അവരോടായിട്ട് പറയുന്നത്. ഖുർആന്റെ പാരായണത്തെ അവർ കേൾക്കാനിടയായതിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഈ കാര്യം അവരോട് പങ്കുവെക്കുന്നത്. ഇത്രയും ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയതാണ്. ഇതിലെ തുടർന്നുള്ള രണ്ടായത്തുകൾ നോക്കാം. യാ ഖൗമന, അവര് ജിന്നുകളുടെ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടർന്ന് പറയുകയാണ്: യാ ഖൗമന, ഞങ്ങളുടെ കൂട്ടരെ, നമ്മുടെ ആൾക്കാരെ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, ജനങ്ങളെ എന്നൊക്കെ മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോൾ അത് ജനങ്ങളെ, നാട്ടുകാരെ എന്നൊക്കെയുള്ള വിധത്തിൽ പറയുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. ജിന്നുകളുടെ കാര്യത്തിൽ അവരുടെ ആ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രീതിയിൽ അതിനെ നമുക്ക് ഉൾക്കൊള്ളാം. യാ ഖൗമന എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ജിന്ന് സംഘം അവരുടെ സമൂഹത്തിലെ ബാക്കി ആളുകളോടായിട്ട് പറയുന്നത്. അജീബു ദാഇ അല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ആ മനുഷ്യനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട്, ആ വ്യക്തിക്ക് നിങ്ങൾ ഉത്തരം നൽകുക. അജീബു ദാഇ അല്ലാഹ്, ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകനെ പരാമർശിച്ചുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ദാഇ അല്ലാഹ് എന്നാണ്. അള്ളാഹുവിന് വേണ്ടി വിളിക്കുന്നവൻ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവൻ, അള്ളാഹുവിന്റെ
സരണിയിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആള് എന്നൊക്കെയാണ് ഈ പദം നൽകുന്ന സൂചന. അപ്പൊ അജീബു ദാഇയല്ല എന്നാണ് ഈ ജിന്നുകളുടെ സംഘം തങ്ങളുടെ തന്നെ ബാക്കി ആളുകളോടായിട്ട് പറയുന്നത്. അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന ഈ ആളിന് നിങ്ങൾ ഉത്തരം നൽകുക, അയാൾ അർഹിക്കുന്ന ഒരു പ്രതികരണം നൽകുക എന്നാണ് ഈ ജിന്നുകൾ തങ്ങളുടെ കൂട്ടത്തിലെ ആളുകളോടായിട്ട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഗൗരവം അർഹിക്കുന്ന, ശ്രദ്ധാപൂർവം കേട്ട് ഒരു പ്രതികരണം നൽകേണ്ട വിധത്തിലുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ വ്യക്തി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിന് പ്രതികരണം നൽകുകയും ചെയ്യുക എന്നാണ് ഇവിടെ ജിന്ന് സംഘം ബാക്കിയുള്ള ജിന്നുകളോട് നിർദ്ദേശിക്കുന്നത്. ആമിനൂബി, നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുക. ആമിനൂബി, അദ്ദേഹം സത്യമാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവിക സന്ദേശമാണ് കേൾപ്പിക്കപ്പെടുന്ന സംഗതി. അത് സത്യമാർഗത്തിലേക്ക്, ഋജുവായതിലേക്ക് ആളുകളെ നയിക്കുന്ന വിധത്തിലുള്ളതുമാണ്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അദ്ദേഹത്തിൽ വിശ്വാസമുള്ളവരായി നിലകൊള്ളുകയും ചെയ്യണം. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, അതിന്റെ ഫലം പ്രത്യക്ഷത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്തു തരും. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ ദുനൂബുകള് അവൻ നിങ്ങൾക്ക് പുറത്തു തരും. യുജിർക്കും മിൻ അദാബിൻ അലീം, അതിനും പുറമെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഫലമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവുക. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് കേൾക്കാനിടയായത്. അദ്ദേഹം വളരെ ആകർഷകമായ ഒരു പാരായണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യമാർഗത്തിലേക്ക്, ഏറ്റവും ഋജുവായ സംഗതിയിലേക്കാണ് അദ്ദേഹം ആളുകളെ ക്ഷണിക്കുന്നത്. അത് മൂസ അലൈഹി ഇസ്ലാമിനും അതുപോലെ പൂർവിക പ്രവാചകന്മാർക്കും ഒക്കെ അവതരിപ്പിക്കപ്പെട്ട വേദങ്ങളെ സത്യപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ്. അതിന്റെ ഉള്ളടക്കം അങ്ങനെയാണ്. അത് ഏറ്റവും നല്ല മാർഗത്തിലേക്കാണ് ആളുകളെ നയിക്കുക. ഏറ്റവും ചൊവ്വായതായ, ഋജുവായതിനെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഈ വ്യക്തിക്ക് ഉത്തരം ചെയ്യുക. നിങ്ങൾ അതിന് ശരിയായ ഒരു പ്രതികരണം നൽകുക. തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ആളുകളായി മാറും. അങ്ങനെ മാറണം. അതിന്റെ ഫലമായിട്ട് അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീഴ്ചകളും പോരായ്മകളും പാപങ്ങളും ഒക്കെ പുറത്തു തരും. മാത്രവുമല്ല വയുജിർക്കും മിൻ അദാബിൻ അലീം, നിങ്ങളെ അവന് അദാബുൻ അലീമിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഈ വലിയ ഗുണം, ഈ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പ്രവാചകന്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് ഉത്തരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കരഗതമാകും. വേദനാജനകമായ ശിക്ഷ നിങ്ങൾ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നതാണ്. ആ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത്. ഈ വിധത്തിലാണ് ജിന്നുകള് തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളോടായിട്ട് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളെ പരാമർശിച്ചുകൊണ്ടും അത് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്ന വിധത്തില്, അവരെ കേൾപ്പിക്കുന്ന വിധത്തില് പാരായണം ചെയ്ത അള്ളാഹുവിന്റെ പ്രവാചകനെ പരാമർശിച്ചുകൊണ്ടൊക്കെ ജിന്നുകളുടെ സംഘം തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ബാക്കിയുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് പറയുന്നത്. അതിനെ തുടർന്ന് 32-ാമത്തെ ആയത്ത് ഇങ്ങനെ ദൈവിക സന്ദേശം കേൾക്കാനിടയായിട്ടും അതിനു വേണ്ട പ്രതികരണം നൽകാതിരിക്കുന്നവർ നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ്.
അത് ഒന്നുകിൽ ഈ ജിന്നുകളുടെ സംസാരത്തിന്റെ തുടർച്ചയായിട്ട് അവർ പറയുന്ന കാര്യമായിട്ട് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ സന്ദർഭത്തിന്റെ പ്രാധാന്യം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആന്റെ ഭാഗമായി നമ്മളെ കേൾപ്പിക്കുന്ന കാര്യവും ആകാം. അതിൽ ആരാണ് ഈ കാര്യം പറയുന്നത് എന്നത് പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇങ്ങനെ വിശുദ്ധ ഖുർആനില് പല സന്ദർഭങ്ങളും അള്ളാഹു ചില ചരിത്ര സംഭവങ്ങൾ വിവരിക്കുന്നതിനിടയിൽ ചേർത്ത് ചില കാര്യങ്ങൾ പറയും. ചിലപ്പോഴത് ആ സംഭവത്തിലെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. അതല്ലെങ്കിൽ ആ സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മളെ കേൾപ്പിക്കുന്ന ഒരു കാര്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് വമല്ല യുജിബ് ദാഇ അല്ലാഹ്, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് ഉത്തരം നൽകാത്തവർ ഫലൈസ ബി മുഅ്ജിസിൻ ഫിൽ അർദ്, അവര് ഭൂമിയിൽ അങ്ങ് തോൽപ്പിച്ചു കളയുകയൊന്നുമില്ല. അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയെയോ സംവിധാനങ്ങളെയോ വെല്ലുവിളിക്കുകയോ അതിനെ നിഷ്പ്രഭമാക്കി നിഷ്ഫലമാക്കി പരാജയപ്പെടുത്തി കളയുകയൊന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരെ വേണ്ട വിധത്തിൽ പരിഗണിക്കാതിരിക്കുകയോ അതിന് അർഹിക്കുന്ന വിധത്തിലുള്ള പ്രതികരണം നൽകാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അതുകൊണ്ട് അയാൾ അങ്ങ് നിഗളിച്ച് ജയിച്ച് മുന്നേറിക്കളയും എന്നൊന്നും ആരും സങ്കല്പിക്കേണ്ടതില്ല. എല്ലാവരും തന്നെ അള്ളാഹു നിശ്ചയിച്ച ഒരു ഫ്രെയിം വർക്കിനകത്തായിക്കൊണ്ടാണ് നിലകൊള്ളുന്നത്. അവരുടെ ആ പരിമിതികളെ ഭേദിച്ചുകൊണ്ട് ഭൂമിയിൽ ചിരഞ്ജീവികളായി മാറാനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥിതിയെ പൂർണ്ണമായി അങ്ങ് മാറ്റി വെച്ച് തോന്നിയ പോലെ നിലകൊള്ളാനോ ഒന്നും അവർക്ക് കഴിയുകയില്ല. അവരാ സംവിധാനത്തിനകത്ത് തന്നെയാണുള്ളത്. വമൻ ലാ യുജിബ് ദാഇ അല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഈ ദാഴിക്ക് ഉത്തരം ചെയ്യാതിരിക്കുന്ന ഒരാള് ഫലൈസ ബി മുഅ്ജിസിൻ ഫിൽ അർദ്, അയാള് ഭൂമിയിൽ നാട്ടിൽ മുഅ്ജിസായിട്ടൊന്നും അങ്ങനെ വിലസുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മുഅ്ജിസ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തുന്നവൻ എന്നാണ്. അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ച് അതിനെ നിസ്സാരമായി തള്ളിക്കൊണ്ട് അതിനെ അവഗണിച്ച് മുന്നേറുന്നവൻ എന്നൊക്കെ മനസ്സിലാക്കാം. എന്തായാലും അള്ളാഹുവിന് വിധേയപ്പെടുക എന്നതാണ് പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന കാര്യം. അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നത്, അള്ളാഹുവിന് കീഴ്പ്പെടല് ഒന്നാമതായി അള്ളാഹുവിൽ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടും അവനെ പരാമർശിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്ന പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ടൊക്കെയാണല്ലോ. അത് ചെയ്യാതെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അവഗണിച്ചുകൊണ്ട് അഹന്തയും ധിക്കാരവും കാണിച്ചുകൊണ്ട് നീങ്ങുന്ന ആള് ഈ പ്രപഞ്ചത്തെ തന്നെ വെല്ലുവിളിക്കുന്ന പോലെയാണ് അയാളുടെ നിലപാടും അയാളുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവുക. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത് ദൈവിക മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൂതനെ, ഈ പ്രബോധകനെ കേൾക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ആരെങ്കിലും കൂട്ടാക്കുന്നില്ല എങ്കിൽ അവരിവിടെ അങ്ങ് നിഗളിച്ച് ജയിച്ച് മുന്നേറിക്കളയൊന്നുമില്ല. അവരിവിടെ അവസാനിക്കാത്ത ഒടുങ്ങാത്ത കാലം വരെ വിജയശ്രീലാളിതരായി അങ്ങനെ നിലകൊള്ളും എന്നൊന്നും സങ്കല്പിക്കേണ്ട, അതൊന്നും ഉണ്ടാവില്ല. ഫലൈസ ബി മുഅ്ജിസിൻ ഫിൽ അർദ് വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ അവർക്ക് വേറെ സംരക്ഷകരൊന്നും ഇല്ലതാൻ. വേറെ ഏതെങ്കിലും ഔലിയ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആലിഹത്ത് അവരെ സംരക്ഷിക്കും എന്നൊക്കെ സങ്കല്പിക്കുന്നതിനും യാതൊരു പഴുതുമില്ല. വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ അവർക്ക് വേറെ സംരക്ഷകരോ രക്ഷാധികാരികളോ ആത്മമിത്രങ്ങളോ ഒന്നുമില്ല. ഉലൈക ഫീ ളലാലിൻ മുബീൻ, ഒറ്റ കാര്യം മാത്രമേ അവിടെ സ്ഥാപിതമാവുന്നുള്ളൂ, അവര് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ പിഴച്ചു പോയ വഴിയിലാണ് ഉള്ളത് എന്ന്. വഴി പിഴച്ചു പോയവരാണ് എന്നൊരു കാര്യം മാത്രമാണ് ഇവിടെ സ്ഥാപിതമാവുന്നത്.
അവരിവിടെ വിജയശ്രീലാളിതരാവുകയോ എല്ലാവരെയും തോൽപ്പിക്കുന്ന അള്ളാഹുവിനെയും അവന്റെ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ അടക്കി വാഴുന്നവരാവുകയൊന്നും ചെയ്യൂല. മറിച്ച് എല്ലാ സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തുന്ന ഏവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവര് വല്ലാതെ പ്രത്യക്ഷത്തിൽ തന്നെ പിഴച്ചു പോയിരിക്കുന്നു എന്നത് മാത്രമാണ്. അല്ലാതെ വേറെ ഗുണമൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവരിപ്പോ ഒരു തുള്ളലും ചാടലും ഒക്കെ കാണിച്ചെന്ന് വരും, പക്ഷേ അത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അവരുടെ ആ വെല്ലുവിളിക്കുകയോ ധിക്കാരം കാണിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടുള്ള നിലപാടില് അവർക്ക് എന്നെന്നും അങ്ങനെ തലയുയർത്തി തന്റെ ഇടത്തോടുകൂടി നിലകൊള്ളാൻ കഴിയും എന്നൊന്നും അവര് സങ്കല്പിക്കേണ്ട. അങ്ങനൊന്നുമില്ല. വളരെ താൽക്കാലികമായിട്ട് കാണിക്കുന്ന ഈ ധിക്കാരം മാത്രമേ അതുണ്ടാവുള്ളൂ. ഒരു കാര്യം വ്യക്തമാവുന്നത് അവര് ഫീ ളലാലിൻ മുബീൻ, തെളിമയുള്ള വിധത്തിൽ തന്നെ പിഴച്ച മാർഗത്തിലാണ് എന്നതാണ്. അല്ലാതെ അവർക്ക് വേറെ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുമെന്നോ ഭൂമുഖത്ത് അവർ അധികാരം സ്ഥാപിച്ചു കളയുന്നോ അല്ലെങ്കിൽ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അവന്റെ പ്രാപഞ്ചിക വ്യവസ്ഥിതിയെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ എല്ലാ കാലത്തും അങ്ങനെ തലയെടുപ്പോടുകൂടി നിലകൊള്ളാൻ സാധിക്കും എന്നൊന്നും ആരും കരുതണ്ട. അവരാരും മൊയ്ജിസുകളാവുന്നില്ല. ഭൂമുഖത്ത് അവരാരും മൊയ്ജിസുകളാകാൻ പോകുന്നില്ല. വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയാ, അവരെ ഇടപെട്ട് സഹായിക്കാനോ പിന്തുണക്കാനോ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനോ ആയിട്ട് ഔലിയ ഒന്നും രംഗത്ത് വരാനും പോകുന്നില്ല. അവർക്ക് അങ്ങനെ ഔലിയ ഒന്നില്ല. ഉലൈക, ഒരൊറ്റ കാര്യം, അവര് ഫീ ളലാലിൻ മുബീൻ, വളരെ വ്യക്തമായിട്ടും എല്ലാവർക്കും നോക്കിയാൽ കാണാവുന്ന വിധത്തില് നിരീക്ഷിച്ച് മനസ്സിലാക്കാവുന്ന വിധത്തിൽ അവര് തെറ്റായ വഴിയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അത് നമുക്കറിയാം. രണ്ട് വഴികളായിട്ട് ഈ ആ മാർഗം അല്ലെങ്കിൽ ആ റോഡ് പിളർന്ന് അല്ലെങ്കിൽ രണ്ട് വഴികളായിട്ട് പിരിഞ്ഞു പോയ ഘട്ടത്തില് പോകേണ്ടിയിരുന്ന വഴിക്കല്ല ഇവര് പോയത് എന്നുള്ളത് നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. മറിച്ച് എതിർ ദിശയിലേക്കാണ് ഇവരെങ്ങനെ സഞ്ചരിച്ചു പോയിട്ടുള്ളത്. അത് ലലാലും മുബീനാണ് എന്നത് കാണുന്നവർക്കൊക്കെ അറിയാം, അവർക്കേ അറിയാത്തുണ്ടാവുള്ളൂ. അവര് പക്ഷെ അത് അറിയാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ്. അത് പിഴച്ച വഴിയാണ് എന്നത് അവർക്ക് ബോധ്യപ്പെടാതിരിക്കുന്നതിന് ഒരേ ഒരു കാരണം അവരത് മനസ്സിലാക്കാനുള്ള സന്നദ്ധത കാണിക്കാത്തതാണ്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവര് പിഴച്ച വഴിയിലാണ് എന്നത് അതും വളരെ വ്യക്തമായിട്ടും തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ മുബീനായ വിധത്തിൽ തന്നെ പിഴച്ച വഴിയിലാണ് എന്നത് മാത്രമാണ് അവിടെ അവശേഷിക്കുന്ന സത്യം. അവര് ഭൂമുഖത്ത് എല്ലാ കാലത്തേക്കുമായിട്ട് ശക്തിയോ അധികാരമോ സ്ഥാനമോ പദവിയോ അടക്കിവാണ് അങ്ങ് വിരാജിച്ചു കളയൊന്നുമില്ല. അവർ അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയില്ല. അള്ളാഹുവിന്റെ ദൂതന്റെ ദൗത്യത്തെ പരാജയപ്പെടുത്തിയിട്ട് അവർ വിജയശ്രീലാളിതരാവാനും പോകുന്നില്ല. അവർക്ക് സഹായത്തിന് വന്നു ചേരാനായിട്ട് ഔലിയാകളുമില്ല. മറിച്ച് അവരുടെ കാര്യത്തില് സുവ്യക്തമായ ഒരു സംഗതി, അവര് തെറ്റായ വഴിക്കങ്ങ് പോയി കളഞ്ഞു എന്നത് മാത്രമാണ്. അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. മുബീനാണ്. എല്ലാവർക്കും നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവര് വ്യക്തമായും പിഴച്ച വഴിയിലാണ് എന്നത്. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർക്ക് പോയി എന്നതല്ലാതെ വേറെ ആർക്കെങ്കിലും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്ന ആ ദൂതന് വേണ്ട വിധത്തില് ഉത്തരം ചെയ്യാൻ ആളുകൾ സന്നദ്ധരാവുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് നഷ്ടമായി, അവര് പിഴച്ചുപോയി എന്നതല്ലാതെ അവരിവിടെ ആരെയും വെല്ലുവിളിക്കാനോ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ എക്കാലത്തും ഇവിടെ ശക്തന്മാരായി നിലകൊള്ളാനോ ഒന്നും അവർക്ക് സാധിക്കില്ല. അതൊക്കെ അവരുടെ ഉള്ളിലിരിപ്പായിട്ട് അങ്ങനെയൊക്കെയുള്ള വിചാരം ഉണ്ടാവും. ഈ പ്രവാചകനെ അങ്ങ് തോൽപ്പിക്കാം, അയാളുടെ കൂടെ കൂടിയിട്ടുള്ള പരമദരിദ്രന്മാരായ അനുയായികളെ വിരട്ടിവിടാം എന്നൊക്കെ ഈ ആളുകൾ കരുതുന്നുണ്ടാവും. പക്ഷെ സംഭവിക്കുന്നത് അവര് പഴിച്ചുപോയി എന്ന ഒരു അവസ്ഥ സംജാതമാകുന്നു എന്ന് മാത്രമാണ്. അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. പഴിച്ചുപോയത് മാത്രമല്ല, അത് മുബീനായിട്ടാണ് പഴിച്ചിട്ടുള്ളത്.
അതും എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ നമ്മള് വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു നമുക്ക് എന്നുള്ളത് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. അതിനേക്കാൾ പ്രയാസമായിരിക്കും അതെല്ലാവർക്കും മനസ്സിലായി എന്നും കൂടി ഉള്ളതാവും. പരാജയമാണ് ഉണ്ടായത് എന്നത് ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ തെളിഞ്ഞതാവുമ്പോൾ അത് കൂടുതൽ വേദനാജനകമായിരിക്കും എന്നതാണ് വസ്തുത. ഈ കാര്യങ്ങള് ഈ പ്രത്യേകമായ ഒരു സന്ദർഭത്തില് മക്കയിലെ ആളുകളെ അല്ലെങ്കിൽ ത്വായിഫിലെയും പരിസരത്തെയൊക്കെ ആളുകളെ അള്ളാഹു അവരെ കേൾപ്പിക്കുന്നതിന് വേണ്ടി ഈ ഒരു കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകനെ ആശ്വസിപ്പിക്കുക, അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു താങ്ങും ആശ്വാസവും തണലും ഒക്കെ ആവുക എന്ന നിലക്കാണ് ഈ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നതെങ്കിലും ഇതില് അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന ഈ താക്കീത് അത് ജിന്നുകളുടെ സംഘത്തിൽപ്പെട്ടവര് പറഞ്ഞതാണെങ്കിലും ഇനി അതല്ല അള്ളാഹു ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നേരിട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിലും മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് പിന്തുടർന്നു വരുന്ന ആ നിലപാട് ന്റെ പശ്ചാത്തലത്തില് അവർക്കുള്ള ഒരു വളരെ വ്യക്തതയുള്ള താക്കീതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവൻ അതൊരു പ്രവാചകനായാലും പ്രവാചകന്റെ പിന്തുടർച്ചക്കാരനായ അനുയായികളായാലും പിൽക്കാലത്ത് സത്യമാർഗത്തിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യുന്നതിനായിട്ട് രംഗത്ത് വരുന്ന വ്യക്തികളായാലും ഇവരുടെയൊക്കെ വിളിക്ക് ഉത്തരം ചെയ്യാതിരിക്കുക എന്നത് ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടുത്ത പരാജയം ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ്. മക്കയിലെ ആളുകൾക്കും വളരെയേറെ ശ്രദ്ധ ഉണ്ടാവേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ, അവരിൽപ്പെട്ട അവർക്ക് വളരെയേറെ പരിചയമുള്ള ഒരാൾ അള്ളാഹുവിന്റെ സന്ദേശവാഹകനായിക്കൊണ്ട് അവർക്കിടയിൽ രംഗത്ത് വന്ന ഒരു സന്ദർഭത്തിലാണല്ലോ ഈ കാര്യങ്ങൾ വിവരിക്കപ്പെടുന്നത്. അപ്പോ അതിന്റെ നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലപാടിന്റെ പരിണിതി നിങ്ങൾ ലലാലും മുബീനിലാവും എന്നത് മാത്രമാണ്. അതിന്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്, വേറെ ആർക്കുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലെങ്കിൽ നാളെ ദൈവിക ദൗത്യം നിർവഹിച്ച് മുന്നേറി മുന്നോട്ട് പോകും, വിജയശ്രീലാളിതനാകും. പക്ഷെ ഇപ്പോ സംശയവും സന്ദേഹവും എതിർപ്പും അതുപോലെ നിഷേധവും ശത്രുതയും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്ന ആളുകളോ അവര് വളരെ വ്യക്തമായിട്ടും പരാജയം ഏറ്റുവാങ്ങിയ വഴികേടിലായ ആളുകളായിട്ട് മാറും എന്നതാണ് ആ സന്ദർഭം നൽകുന്ന ഒരു താക്കീത്. ഈ ഒരു കാര്യം മക്കയിലെ ആളുകളെ അവരുടെ ബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു കാര്യം കൂടി ഇവിടെ നിർവഹിക്കപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ 31, 32 എന്നീ ആയത്തുകളാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അതിന്റെ തൊട്ടു മുമ്പുള്ള 2 ആയത്തുകൾ കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കുകയുണ്ടായി. അത് ആ വിഷയം 2 തരം ആയത്തുകൾ, ഈ ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ട ആയത്തുകളായാലും ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട ആയത്തുകളായാലും അവ ഒരുമിച്ച് ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത് എന്നതുകൊണ്ടാണ് അതുകൂടി ചേർത്ത് ഞാൻ വിശദീകരിക്കുകയുണ്ടായത്. ഇതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്കിടയിൽ നിർവഹിച്ച ചില കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് ചില ഹദീസുകളിൽ നൽകപ്പെടുന്ന വിശദാംശം, ആ വിശദാംശങ്ങളിൽ അവിശ്വസനീയമായിട്ട് യാതൊന്നുമില്ല എന്നത് ഈ ഖുർആൻ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിലേക്ക് മാത്രമായിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകനല്ല, ജിന്നുകൾക്ക് കൂടി അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യത്തിന് പ്രാധാന്യമുണ്ടായിരുന്നു എന്ന കാര്യമാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് കൂടുതലായിട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.